ഹായ്, നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കിയത് ഇന്ന് തൃശ്ശൂർ സ്റ്റൈല് ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മീൻകറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുതരാം. ആദ്യം ചട്ടിയിലേക്ക് ഒരു 6 കഷ്ണം ചെറിയുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ചധികം കറിവേപ്പില. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. പിന്നീട് അതിലേക്ക് കുടംപുളി ചേർക്കുക. 3 വലിയ കഷ്ണം കുടംപുളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായി തിരുമ്മി അതിലേക്ക് പിന്നെ വേണ്ടത് ചെറിയ മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ്. ആ പാല് അതിലേക്ക് ഒഴിക്കുക. ഒന്നാം പാല് മാറ്റി വെക്കേണ്ട കാര്യമില്ല. എല്ലാ പാലും കൂടിയിട്ട് ഒന്നിച്ചൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തീ കത്തിച്ചിട്ട് മീഡിയം തീയിൽ നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇടാം. വലിയ മീൻ വെക്കുമ്പോഴാണ് ഞാൻ കൂടുതലും തേങ്ങാപ്പാലിൽ വെക്കാറ്. 1 കിലോ മീനാണ് ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായിട്ട് ചുറ്റിക്കുക. ചുറ്റിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർക്കുക. ഇളം ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ചുറ്റിച്ചിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം സിമ്മിൽ തന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം എണ്ണ തെളിയണ വരെ മീൻ വേവിക്കുക. മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ടുണ്ടാവും. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി കറിയിലേക്ക് നമുക്ക് ഉള്ളി കാച്ചാം. ചെറിയ പാൻ എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 3 ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞതിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി മൂപ്പിച്ച് ഇത് കറിയിലേക്ക് ഒഴിക്കുക. കറിയിലേക്ക് ഒഴിച്ചിട്ട് കറി അടച്ചു വയ്ക്കാം. ഇതുപോലെ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയൂ. ഇനി അടുത്ത വിഭവമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.